എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചല്ലോ അല്ലേ. ഇന്നലെ തിരുവോണവും നബിദിനവും എല്ലാം ഒന്നിച്ചാണ് വന്നത്. അപ്പം എല്ലാവരും നാടൊട്ടുക്ക് സദ്യ കഴിക്കുമ്പോൾ എനിക്കും ഒരു മോഹം തോന്നി ഒരു സദ്യ കഴിക്കണമെന്ന്. അങ്ങനെ ഞാനും ഉണ്ടാക്കിയൊരു കുഞ്ഞു സദ്യ. ഇതിനകത്ത് എല്ലാ വിഭവങ്ങളൊന്നും ഇല്ല. ശർക്കര വരട്ടിയോ ചിപ്സോ പഴമോ ഒന്നുമില്ല. പിന്നെ ബാക്കി കറികളൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ അച്ചാറ്, ഇഞ്ചിക്കറി, തോരൻ, അവിയൽ, ബീറ്റ്റൂട്ട് പച്ചടി, കിച്ചടി. ഇത് വെള്ളരിക്ക കിച്ചടി കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അത് ഇടാം, ഉടനെ തന്നെ ഇടാം. എഡിറ്റ് ചെയ്യണം, ഭയങ്കര താമസമോ, എനിക്ക് സൗണ്ട് കൊടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ. തൊണ്ടയ്ക്ക് കുഴപ്പം, ചുമ, ശ്വാസം മുട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടൊക്കെയാണ് സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു. പിന്നെ പരിപ്പ് സാമ്പാർ ഇത്രയും ഉണ്ടായിരുന്നു. അത് പിന്നെ കാണുമല്ലോ എല്ലാത്തിലും അല്ലേ. ആ പരിപ്പിൽ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നെയ്യ് ഒഴിക്കുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല, ഗ്യാസ് ഉണ്ടാവത്തില്ല. ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഗ്യാസ് അങ്ങനെ ഉണ്ടാവത്തില്ല നെയ്യ് ഒഴിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാനും കഴിച്ചു. എല്ലാവരും കഴിക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നുമല്ലോ ഒരു കഴിക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയത്, അങ്ങനെ കഴിച്ചതാണ് അത്. പിന്നെ ഇലയ്ക്ക് സമയത്ത് ഇതൊന്നും നേരത്തെ തീരുമാനിച്ചെന്ന കാര്യമല്ല. ഇലയ്ക്ക് സമയത്ത് കടയിൽ ഓടിച്ചാൽ നമ്മൾ കടയിൽ ഇലയൊന്നുമില്ല. പിന്നെ വാഴ നോക്കിയവരെ കുഞ്ഞു വാഴയെന്ന് എല്ലാവരും പറഞ്ഞ് ഏത്ത വാഴയാണ്, വാഴയില വെട്ടത്തില്ലാന്ന്, ഏത്ത വാഴയെന്ന്. എനിക്കറിയില്ല. അതിൽ നിന്ന് ഇല വെട്ടി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറയത്, എനിക്കറിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കി കറികളൊക്കെ എന്തൊക്കെയായിരിക്കും വേണ്ടുന്നത് എനിക്കറിയില്ല. ഇതിപ്പം കടലപ്പായസം കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിരുന്നല്ലോ. അങ്ങനെ അതും കൂട്ടി, പഴമില്ലായിരുന്നു, അതും കൂട്ടി പപ്പടം കൂട്ടിയാണ് കഴിച്ചത്. പപ്പടം പായസം കൂട്ടി കഴിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിത് ഇഞ്ചിക്കറിയോ അല്ലെങ്കിൽ അച്ചാറും കൂട്ടിയൊക്കെ കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മത്ത് പിടിക്കും ഇത്രയും മധുരം കഴിക്കുമ്പോൾ, ഞാനങ്ങനെ കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, കുഴപ്പമില്ല. ലാസ്റ്റ് കുറച്ച് പച്ചമോരും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ സുഖം. മോര് കറിയൊന്നും ഞാൻ കൂട്ടിയില്ല കേട്ടോ, എനിക്ക് ഇത്രയൊക്കെ മതിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.